ബ്ലാക്ക് കളർ ക്രിസ്റ്റ പരിചയപ്പെടാൻ നിങ്ങൾക്ക് എവിടെ തപ്പിയാലും കിട്ടൂല. കരിമ്പുലി കരിമ്പുലി ഭയങ്കര ഡിമാൻഡുള്ള ഒരു കളറാണ്. മോഡലും കാര്യങ്ങളും 2018 മോഡൽ 2017 മോഡൽ 2017 മോഡൽ. ഓണർഷിപ്പോ ഫസ്റ്റ് ഓണർഷിപ്പ് സിംഗിൾ ഓണർ. എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? 12.5 ലക്ഷം രൂപ. 12 ലക്ഷം രൂപ NOC മാക്സിമം ലോൺ ചെയ്തൂടെ? മാക്സിമം ലോൺ ചെയ്യാം. ഓക്കെ, നമുക്കൊരു 12,90,000 രൂപ കൊടുക്കാം. 12,90,000 രൂപ. അതിൽ ലോൺ എത്ര കയറും? ഇതിലൊരു നമ്മള് NOC പ്രൈസിലാണ് നമ്മൾ പറയുന്നത്. ലോൺ ഒരു 15 ലക്ഷം 16 ലക്ഷം രൂപ വരെ ലോൺ കൊടുക്കാം. ഫൈനൽ വെറും 7.25 ലക്ഷം രൂപയ്ക്ക് മോഡൽ കൂടിയ പ്രീമിയം വണ്ടി വെറും 7.25 ലക്ഷം രൂപയ്ക്ക് NOC നമുക്ക് കൊടുക്കാം. റീപ്ലേസ് ആക്സിഡന്റ് ഒന്നുമില്ല, ഗ്യാരണ്ടി. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. 7.5 ലക്ഷം രൂപയ്ക്കാണ് കൊടുക്കാൻ പോണത്. മാക്സിമം ലോൺ ഫുള്ള് ലോണാണ്. നല്ല ട്രാക്കും കാര്യങ്ങളൊക്കെ ഫുള്ള് ലോൺ കയറുന്ന കിടിലൻ വണ്ടിയാണ്. ഹലോ ഗൈസ്, മലയാളം മീഡിയയിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ള റോബോട്ടിക് കാർസ് മലപ്പുറത്താണ് കേട്ടോ. ഗൈസ്, എന്റെ വലതുവശത്തേക്ക് നോക്ക്. ഫുള്ള് ഇന്നോവ ഫോർച്യൂണറിന്റെ ഒരു കളക്ഷൻ തന്നെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. നിങ്ങളെ ബഡ്ജറ്റ് എത്രയാണോ അതിനിണങ്ങിയിട്ടുള്ള ഇന്നോവ ഫോർച്യൂണർ എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ടയോട്ടന്റെ പെരുമഴയാണ്. പെരുന്നാളും നോമ്പൊക്കെ ആയിട്ട് ഒരുപാട് ഓഫറുകൾ കുത്തി തിരികെ കൊടുക്കുകയാണ് നമ്മള്. ചെറിയ റേറ്റിൽ ഇന്നോവയും ഫോർച്യൂണറും ഒക്കെ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ മാക്സിമം ലോണും കിട്ടും. നമുക്ക് മലയിൽ മീഡിയയിലേക്ക് സ്വാഗതം. താങ്ക് യു. ഓക്കെ, നമ്മൾ ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു കൊടുത്താണ്. ലൊക്കേഷൻ മലപ്പുറം ജില്ലയിലെ അത്താണിക്കൽ ചീനിക്കൽ എന്ന സ്ഥലത്താണുള്ളത്. ചീനിക്കല്ലേ? നമ്മള് കഴിഞ്ഞ വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു? കഴിഞ്ഞ വീടിന്റെ കഥയൊക്കെ പറയാക്കാനല്ലേ. സാധാരണ നമുക്ക് കേരളത്തിലാണ് കസ്റ്റമർ. ഇപ്രാവശ്യം കേരളത്തിലല്ല, ഔട്ട് ഓഫ് ഇന്ത്യ ആണ് കസ്റ്റമർ. ഒരുപാട് പുറത്തുനിന്ന് കസ്റ്റമേഴ്സ് നമുക്ക് വിളിക്കുന്നുണ്ട്. വളരെ സന്തോഷമാണ്. അതെ. പിന്നെ ഇന്ന് നമുക്ക് എന്താണ് ഓഫർ ആയിട്ട് കൊടുക്കുന്നത്? ഇന്ന് എന്താണ് ഓഫർ വേണ്ടത്? ഇന്നോവ ആണ്, ഇന്നോവ ഉണ്ട്. ഫോർച്യൂണറിന് വേണി ഫോർച്യൂണർ ഉണ്ട്. ക്രിസ്റ്റക്ക് വേണി ക്രിസ്റ്റ ഉണ്ട്. എല്ലാ വണ്ടിയുണ്ട്. പിന്നെ ഡസ്റ്റർ ഉണ്ട്, നമുക്ക് ഓഫറിൽ കൊടുക്കാം. ഹോണ്ട സിറ്റികളുണ്ട്, ബെൻസ് ഉണ്ട്. എല്ലാ വണ്ടികളും നമുക്ക് ഓഫറിൽ കൊടുക്കാറുണ്ട്. ഓഫറിൽ കൊടുക്കാൻ പറ്റും. നിങ്ങൾ എവിടെ വേണേലും റേറ്റ് അന്വേഷിച്ചു വന്നോ. ഇത്രയും ക്വാളിറ്റി ഉള്ള വണ്ടി ഈ പ്രൈസ് നിങ്ങൾക്ക് എവിടെയും കിട്ടൂല. നമുക്ക് ഗ്യാരണ്ടി 100% ഗ്യാരണ്ടി. റോബോട്ടിക് കാർസ് അല്ലാതെ വേറെ എവിടെയും കിട്ടൂല. അപ്പൊ നമുക്ക് ഓരോ വണ്ടികളായിട്ട് പരിചയപ്പെട്ട് തുടങ്ങാം. നമുക്ക് ആദ്യമായിട്ട് ഒരു ഓഫർ പ്രൈസിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു ഫോർച്യൂണർ തുടങ്ങാം. അതെ, ഇതാണ് ഫോർച്യൂണർ. ഡീറ്റെയിൽ എങ്ങനെ വരും? 2015 മോഡലാണ് വണ്ടി. 2015 മോഡൽ. 2015 മോഡൽ 4x2 ഓട്ടോമാറ്റിക്. 4x2 ഓട്ടോമാറ്റിക് ആണ് വാഹനം. നല്ല അത്യാവശ്യം നല്ല അട്രാക്റ്റീവ് കളറും ക്വാളിറ്റി ഉണ്ട്. ടയർ ഏകദേശം 80% വരുന്നുണ്ട്. 85-90% ടയർ വരുന്നുണ്ട്. മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. 100% നമ്മൾ ഗ്യാരണ്ടി കൊടുക്കും. മേജർ ആക്സിഡന്റ് ഉണ്ട് എപ്പോ വേണമെങ്കിൽ തിരിച്ചു കൊടുത്തോട്ടെ. തിരിച്ചു കൊടുക്കാം അല്ലേ? അത് നിങ്ങൾ തെളിയിക്കുകയാണെങ്കിൽ നമ്മൾ 100% റിട്ടേൺ എടുക്കും വണ്ടി. ബോഡി ഷേപ്പും കാര്യങ്ങളൊക്കെ പക്കയാണ്. നീറ്റ് ആൻഡ് ക്വാളിറ്റി ഉണ്ട്. എല്ലാ ഭാഗങ്ങളും വർക്കിംഗ് അല്ലേ? എഞ്ചിനൊക്കെ പക്കല്ലേ? അടിപൊളി. ഓക്കെ, സർവീസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? സർവീസും കാര്യങ്ങളും 1,80,000 കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിട്ടുള്ള മീറ്റർ ബോർഡിൽ കാണിക്കുന്നത്. ഓക്കെ, ഓണർഷിപ്പ് ഫസ്റ്റ് ഓണർ വണ്ടിയാ. സിംഗിൾ ഓണർ. ഓക്കെ, റീപ്ലേസ്മെന്റ് ആക്സിഡന്റ് ഒന്നും ഇല്ല, നമുക്ക് ഗ്യാരണ്ടി പറയാം. നീറ്റ് വാഹനമാണ്. നിങ്ങൾക്ക് കമ്പനിയിൽ നിന്ന് ആളെ കൊടുത്തിട്ടോ എങ്ങനെ ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ വലിയ മോശമില്ലാത്ത ഇന്റീരിയർ ആണ്. സിംഗിൾ ഓണർ ഉപയോഗിച്ചാണ് അത്രയും വൃത്തിയിൽ ഉപയോഗിച്ചിട്ടുണ്ട് അല്ലേ? നമുക്ക് ലാസ്റ്റ് എത്ര കൊടുക്കാം? നമ്മളെ പ്രശ്നം ഓഫർ പ്രൈസ് ആയിട്ട് കൊടുക്കാം. മലൽ മീഡിയന്റെ പ്രേക്ഷകർക്കും വേണ്ടിയിട്ട് ഒരു ഓഫർ 12,40,000 രൂപയ്ക്ക് 2015 മോഡൽ 4x2 ഓട്ടോമാറ്റിക് വെറും 12,40,000 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. വിത്ത് NOC നമുക്ക് കൊടുക്കാം. ഓക്കെ, നിങ്ങൾ എവിടെ വേണേലും അന്വേഷിച്ചോളി. 2015 ആണ്. ഓഫർ പ്രൈസ് ആണ്. ഡൽഹി പ്രൈസ് ആണ്. ഡൽഹിയിലും കിട്ടാത്ത പ്രൈസ്. അതെ, തീർച്ചയായിട്ടും. അപ്പൊ നമുക്ക് അടുത്തായിട്ട് ബെൻസിന്റെ ഒരു തുടക്ക വാഹനം പരിചയപ്പെടാല്ലേ? ഒരു കുഞ്ഞൻ വണ്ടി. ഒരു ഏകദേശം ഒരു പോളോ ഉപയോഗിക്കുന്ന മെയിൻ്റെനൻസിൽ കൊണ്ടുനടക്കാം. ഡീറ്റെയിൽ എങ്ങനെ വരുന്നത്? 2013 മോഡലാണ് വണ്ടി. A180 2013 മോഡൽ ഡീസൽ. 54,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. ഓണർഷിപ്പോ ഫസ്റ്റ് ഓണർഷിപ്പ്. സിംഗിൾ ഓണർ A180 വരുന്നത്. ഇത് ഏറ്റവും ബേസ് മോഡലാണ്. സൺറൂഫ് വരില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഓഫർ പ്രൈസിൽ ഇത് കൊടുക്കാനും സാധിക്കും. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വെറും 64,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള 2013 വണ്ടിയിലെ ഇന്റീരിയർ ഒക്കെ നോക്കുകയാണെങ്കിൽ നല്ല നൈസ് ആണ്. സിംഗിൾ ഓണർ ആണ്. എത്ര രൂപ കൊടുക്കാം? നമുക്ക് 7.25 കൊടുക്കാം. വെറും 7.25 ലക്ഷം രൂപയ്ക്ക് മോഡൽ കൂടിയ പ്രീമിയം വണ്ടി വെറും 7.25 ലക്ഷം രൂപയ്ക്ക് NOC നമുക്ക് കൊടുക്കാം. റീപ്ലേസ് ആക്സിഡന്റ് ഒന്നുമില്ല, ഗ്യാരണ്ടി. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തതായിട്ട് ഒരു ഇ ക്ലാസ് നല്ല ബ്ലാക്ക് കളർ പോവാണെങ്കിൽ എല്ലാരും പുറത്ത് മണ്ണിടുമ്പോണ്ടേ അതിന്റെ പൊടികൾ മൊത്തം പാറി കിടക്കാണ് വണ്ടി. ഇതൊക്കെ
വന്ന കണ്ടീഷൻ ആണോ അല്ലേ? അല്ലല്ല വന്ന കണ്ടീഷൻ നല്ല വർക്ക് കഴിഞ്ഞാൽ ഇപ്പൊ ഈ പൊടി ഉള്ളതുകൊണ്ടാണത്. ഈ പൊടി ഉള്ളതുകൊണ്ടാണത്. നല്ല ക്വാളിറ്റി കസ്റ്റമേഴ്സ് ഡെലിവറി സമയത്ത് നല്ല ക്ലിയർ ചെയ്ത് കൊടുക്കും. സെറ്റപ്പ് ആയി കൊടുക്കും. അതിപ്പോ അവിടെ വർക്ക് എടുക്കുന്നുണ്ട്, അവിടെ ഇങ്ങോട്ട് പൊടി വരുന്നതാണ്. ടയർ ഏകദേശം ഒരു 80-90% ടയർ ഉണ്ട്. പുതിയ ടയർ തന്നെ പറയാം, പുത്തൻ ടയർ തന്നെ പറയാം. ഫ്രണ്ട് പുത്തൻ ടയറാ. ബ്ലാക്ക് കളറാണ്, അതുകൊണ്ട് തന്നെ റോഡ് പ്രസൻസ് ഉള്ള ഒരു കളറും കൂടിയാണ്. അതെ 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 അതെ. റീപ്ലേസ് ആക്സിഡന്റ് ഒന്നുമില്ല, ഫുൾ ക്വാളിറ്റി ഉണ്ട്. ഓണർഷിപ്പ് ഇത് സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്നുണ്ട്. സെക്കൻഡ് ഓണർ E250 ആണ്. അത്യാവശ്യം തരക്കേടില്ലാത്ത വാഹനമാണ്. കിലോമീറ്റർ എത്ര ഓടിയുണ്ട്? ഇത് 89,000 കിലോമീറ്റർ ആണ്. 89,000 കിലോമീറ്റർ. ഡീസലാണ്. ഇന്റീരിയർ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ നീറ്റ് ആൻഡ് ക്വാളിറ്റി ഉണ്ട്. നീറ്റ് ആൻഡ് ക്വാളിറ്റി ആണ് കേട്ടോ. ഇന്റീരിയർ ഭാഗത്ത് ഒരു മുഷ്ടിലോ കാര്യങ്ങളോ ഒന്നും നമുക്ക് കാണാൻ സാധിക്കില്ല. സീറ്റ് കവർ ആയാലും എല്ലാം നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. സർവീസ് ഒക്കെ ഉണ്ടാവില്ല, ഹിസ്റ്ററി ഒക്കെ ഉണ്ടാവില്ല, സർവീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ക സർവീസ് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. എത്ര രൂപ കൊടുക്കാം? നമുക്കതൊരു 12,90,000 രൂപ കൊടുക്കാം. 12,90,000 രൂപ കൊടുക്കാം. അതിൽ ലോൺ എത്ര കയറും? ഇതിലൊരു നമ്മള് NOC പ്രൈസിലാണ് പറയുന്നത്. ലോൺ ഒരു 15 ലക്ഷം 16 ലക്ഷം രൂപ ലോൺ കയറും. ഇപ്പൊ നമ്മള് കാണിച്ച വണ്ടിയൊക്കെ നമുക്ക് മാക്സിമം ലോൺ നമുക്കൊരു 85-90% പെട്ടെന്ന് തന്നെ പാസ് ആയി കൊടുക്കും, നല്ല ട്രാക്ക് ഉണ്ടെങ്കിൽ. 2020 മോഡൽ ഡസ്റ്റർ, അത് ഫുള്ള് ലോണിൽ അങ്ങോട്ട് കൊടുക്കാം. അത് ഓഫർ പ്രൈസിൽ കൊടുക്കാം. ഫുൾ ലോൺ 2020 മോഡൽ ഡസ്റ്റർ 110 70 സംതിങ് ആണ് ഓട്ടം. സിംഗിൾ പീസ് വണ്ടി, ഒറിജിനൽ കേരള. പുത്തൻ ടയർ, 4 ടയറും 5 ടയറും പുത്തൻ തന്നെ പറയാം. 5 ടയറും പുത്തനാണ്. ഡയമണ്ട് കട്ട് അലോയ് വീൽസ് തൊട്ട് എല്ലാ ഫീച്ചേഴ്സുള്ള ഡീസൽ. ലാസ്റ്റ് ഇറങ്ങിയ വണ്ടിയാണിത്. ലാസ്റ്റ് ഡസ്റ്റർ വന്നിട്ടുണ്ട്. ഓണർഷിപ്പ് സിംഗിൾ ആണ്. 70 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. മൈലേജ് ഒരു 16-15 പ്രതീക്ഷിക്കാം ഡീസലില്. നമുക്ക് എത്ര രൂപ കൊടുക്കാം? നമുക്കിതൊരു ഓഫർ പ്രൈസ് എന്ന് വെച്ചിട്ട് ഫുൾ ലോണിലാണ് നമ്മൾ പറഞ്ഞത്. ഇനി ക്യാഷ് ആയിട്ട് വരുന്നവർക്കാണ് 7 ലക്ഷം രൂപ കൊടുക്കാം. 7.5 ലക്ഷം രൂപ ഫുൾ ഓപ്ഷൻ വണ്ടി, ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. 7.5 ലക്ഷം രൂപയ്ക്കാണ് കൊടുക്കാൻ പോണത്. മാക്സിമം ലോണ് ഫുള്ള് ലോണാണ്. നല്ല ട്രാക്കും കാര്യങ്ങളൊക്കെ ഫുള്ള് ലോൺ കയറുന്ന കിടിലൻ വണ്ടിയാണ്. അടുത്തായിട്ട് നമുക്ക് ജിപ്സി കാണിക്കാതെ കൊടുക്കാനുള്ളതാണോ? ജിപ്സി കൊടുക്കുകയൊക്കെ ചെയ്യാം, പാർട്ടി വരാണെങ്കിൽ കൊടുക്കും ചെയ്യാം. ഇത് മോഹവിലയാണ് അല്ലേ? 2002 മോഡലാണ്. ഇതൊക്കെ മോഹവിലയാണ്. പറയണില്ല, താല്പര്യമുള്ള ആൾക്കാർ ബന്ധപ്പെട്ട് നമുക്ക് കൊടുക്കാം. തപ്പി അടക്കണോല് പെട്ടെന്ന് വന്നോളി, ഇങ്ങനത്തെ ഒരു പീസ് ഇനി കിട്ടൂല. അതെ 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 അതെ. അപ്പൊ അടുത്തായിട്ട് നമുക്ക് വീണ്ടും ഫോർച്യൂണറിലേക്ക് തന്നെ കടക്കാം അല്ലേ? 2012 ടൂ വീൽ ഓട്ടോമാറ്റിക്. 2012 മോഡൽ ടൂ വീൽ ഓട്ടോമാറ്റിക്. ഓണർഷിപ്പ് ഇപ്പൊ സെക്കൻഡ് ഓണർഷിപ്പിലാണ് വണ്ടി നമ്പറായി നിൽക്കുന്നത്. രജിസ്ട്രേഷൻ ആയി നിൽക്കുന്ന വണ്ടിയാണ്. ഓക്കെ, ടൂ വീൽ ഓട്ടോമാറ്റിക് ആണ്. എത്ര കിലോമീറ്റർ ഓടിയുണ്ട് ഈ വണ്ടി? 180 സംതിങ്. 1,85,000 കിലോമീറ്റർ ഓടി. നീറ്റ് ആൻഡ് ക്വാളിറ്റി ഉണ്ട് കേട്ടോ. റീപ്ലേസ് ഇല്ലല്ലോ? ഒന്നുമില്ല. അല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി ഉണ്ട്. ഇന്റീരിയർ ഭാഗത്തേക്ക് വന്നാലും നല്ല ഇന്റീരിയർ ആണ്. സീറ്റ് കവറും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. എല്ലാ ഫീച്ചേഴ്സും ഉള്ള വണ്ടിയാണ്. എത്ര രൂപ കൊടുക്കാം? നമുക്ക് ഈ വണ്ടി ഒരു 12 ലക്ഷം രൂപ കൊടുക്കാം. 12 ലക്ഷം രൂപ കൊടുക്കാം. ലോൺ കയറും? ലോൺ കയറും. മാക്സിമം നമുക്കൊരു 9-9.5 ലക്ഷം രൂപ ലോണും കയറും. 9 ലക്ഷം രൂപ ലോണും കയറും. 12 ലക്ഷം രൂപ 12.5 ലക്ഷം രൂപയ്ക്ക് ഫോർച്യൂണർ നമുക്ക് സ്വന്തമാക്കാം. അടുത്തായിട്ട് വീണ്ടും അതേ ഒരു കളറിൽ 2013 വണ്ടി. ഇത് 2013. ഓണർഷിപ്പ് ഫസ്റ്റ് ഓണർഷിപ്പിൽ നിൽക്കുന്ന വണ്ടി. ഇപ്പൊ സെക്കൻഡ് ഓണർഷിപ്പ് നമ്പർ ആയിരിക്കുന്നുണ്ട്. കിലോമീറ്റർ എത്ര ഓടിയുണ്ട്? ഇത് 2,10,000 കിലോമീറ്റർ. 2,10,000 കിലോമീറ്റർ. 2,10,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളത്. റീപ്ലേസ് ഒന്നുമില്ല. നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടി. ഹിസ്റ്ററി ഒക്കെ അവൈലബിൾ അല്ലേ? എല്ലാ വണ്ടിക്കും നമുക്ക് ഹിസ്റ്ററി ഉണ്ട്. അതെ. ടയർ ഒരു ആവറേജ് ടയറും വരുന്നുണ്ട്. ഇന്റീരിയർ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഒരു ഫോർച്യൂണർ ഒരു എംബ്ലം കാണാൻ സാധിക്കും. ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെന്റ്, സീറ്റ് തുടങ്ങിയ എല്ലാ ഫീച്ചേഴ്സും. ഇത് ടൂ വീൽ ഓട്ടോമാറ്റിക് ആണ്. എത്ര രൂപ കൊടുക്കാം? 13 ലക്ഷം രൂപ കൊടുക്കാം. 13 ലക്ഷം രൂപ കൊടുക്കാം. ലോൺ കയറ്റാൻ പറ്റും? ലോൺ കയറും. 12.5 ലക്ഷം വരെ ലോൺ കയറും. 12 ലക്ഷം രൂപ നമ്പർ ആയ വണ്ടിയാണ്. ലോൺ കയറും. നമ്പർ ആയ വണ്ടി നമ്പർ ആക്കേണ്ട ആവശ്യമില്ല. നമുക്ക് അടുത്തായിട്ട് നെക്സ്റ്റ് 2013 ടൂ വീൽ ഓട്ടോമാറ്റിക്. കിറ്റ് കാര്യങ്ങളൊക്കെ കയറ്റിയിട്ടുണ്ട്. കിറ്റ് കാര്യങ്ങളൊക്കെ ചെയ്ത വണ്ടിയല്ലേ? മോഡൽ 2013. ഓണർഷിപ്പ് 2013 ടൂ വീൽ ഓട്ടോമാറ്റിക്. അല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടിയാണ്. ഓണർഷിപ്പ് ഫസ്റ്റ് ഓണർഷിപ്പിൽ ഇപ്പൊ നിൽക്കുന്നത്. സിംഗിൾ ഓണർ. അതെ. കിലോമീറ്റർ എത്ര ഓടിയുണ്ട്? ഇത് 1,90,000. 1,90,000 കിലോമീറ്റർ ഓടിയുണ്ട്. അത് സർവീസ് ഒക്കെ ഉണ്ടാവില്ലേ? സർവീസിലും കാര്യങ്ങളൊക്കെ. റീപ്ലേസ് ഒന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. ടയർ ഏകദേശം 80-90% ബട്ടൺ ടയറുണ്ട്. പുതിയ ടയർ തന്നെയാണ്. ഇന്റീരിയർ ഭാഗത്തേക്ക് വന്നാല് നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി. സീറ്ററൊക്കെ വേറെ ചെയ്തിട്ടുണ്ട്. എല്ലാ ഫീച്ചേഴ്സ് ഉള്ള വണ്ടിയാണ്. എത്ര രൂപ കൊടുക്കാം? നമുക്കൊരു 11.5 ലക്ഷം രൂപ കൊടുക്കാം. 11.5 ലക്ഷം രൂപ. ടൂ വീൽ ഓട്ടോമാറ്റിക് അല്ലേ? അതെ ടൂ വീൽ ഓട്ടോമാറ്റിക്. നമ്മള് NOC അല്ലേ റേറ്റ് ചെയ്യണേ? അതെ NOC യിലാണ് റേറ്റ്. 11,25,000 രൂപ NOC യിലാണ് കൊടുക്കുക. അതെ. അപ്പൊ അടുത്തായിട്ട് വീണ്ടും ഒരു ഫോർച്യൂണർ. ഇത്
വേറെ അലോയ് ചെയ്തിട്ടുണ്ട്. ന്യൂ ഷേപ്പ് ഫോർച്യൂണറിന്റെ അലോയ് വീൽസ് ചെയ്തിട്ടുണ്ട്. മോഡൽ എത്രയാണ്? 2014 ടൂ വീൽ ഓട്ടോമാറ്റിക്. 14 ടൂ വീൽ ഓട്ടോമാറ്റിക്. 143 ഓട്ടം. ഓണർഷിപ്പോ ഫസ്റ്റ് സിംഗിൾ ഓണർ അല്ലേ? റീപ്ലേസ് ഇല്ലല്ലോ? കമ്പനി സർവീസ് ഇല്ല. നല്ല എക്സ്ട്രീം കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. ഇന്റീരിയർ ഭാഗത്തേക്ക് വന്നാല് സീറ്റോറും കാര്യങ്ങളൊന്നും തരക്കേടില്ലാത്ത സീറ്റോറാണ്. സെറ്റ് ഒക്കെ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. എല്ലാ ഫീച്ചേഴ്സ് ഉള്ള വണ്ടി. എത്ര രൂപ കൊടുക്കാം? നമുക്കൊരു 12.5 ലക്ഷം രൂപ കൊടുക്കാം. 12.5 ലക്ഷം രൂപ എൻഒസിയിൽ മാക്സിമം ലോൺ ചെയ്തൂടെ? മാക്സിമം ലോൺ ചെയ്യാം. ഓക്കെ. അപ്പൊ അടുത്തായിട്ട് നമുക്ക് ക്രിസ്റ്റയിലേക്ക് കടക്കാം അല്ലേ? ആദ്യം തന്നെ നല്ല അട്രാക്റ്റീവ് കളറോട് കൂടിയുള്ള ഒരു ക്രിസ്റ്റ പരിചയപ്പെടാം. മോഡല് 2017 മോഡല്. ഓണർഷിപ്പോ? ഫസ്റ്റ് ഓണർഷിപ്പ്. സിംഗിൾ ഓണർ. എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? 1,30,000 കിലോമീറ്റർ ഓടിയുണ്ട്. സർവീസ് ഒക്കെ ഉണ്ടാവും? സർവീസ് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി അവൈലബിൾ ആണല്ലേ? റീപ്ലേസ് ഒന്നും ഇല്ലല്ലോ? G4 വണ്ടി. G4 ആണ് വരുന്നത്. ടയർ ഏകദേശം 80% വരുന്നുണ്ട് അല്ലേ? ടയറും കാര്യങ്ങളും അത്യാവശ്യം വരുന്നുണ്ട്. ഇന്റീരിയർ ഭാഗത്തേക്ക് വന്നാല് ക്വാളിറ്റിയാണ്. അത്യാവശ്യം നല്ല നീറ്റ് ഇന്റീരിയർ തന്നെയാണ്. എത്ര രൂപ കൊടുക്കാം? നമുക്കൊരു 12.5 ലക്ഷം രൂപ കൊടുക്കാം. 12.5 ലക്ഷം രൂപ ലോൺ കയറുമോ? ലോണും കയറും. മാക്സിമം ലോണും കയറും. ഓക്കെ. അപ്പൊ അടുത്തതായിട്ട് നമുക്ക് വീണ്ടും ഒരു മുന്തിരി കളർ ക്രിസ്റ്റ പരിചയപ്പെടാം. അത്യാവശ്യം നല്ല ഡിമാൻഡുള്ള കളറാണ്. ഡിമാൻഡുള്ള വണ്ടിയാണ്. അതെ. 2016 മോഡല് 2.8 Z ഓട്ടോമാറ്റിക്. ഏറ്റവും ഫുൾ ഓപ്ഷൻ ആണ് വാഹനം വരുന്നത്. അപ്പൊ അതിന്റേതായിട്ടുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ കിഡിലും കളറും പിന്നെ ഒരു സ്മോക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇന്റീരിയർ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ നല്ല കിഡിലൻ ലെതർ സീറ്റ് ഒക്കെ കമ്പനി കൊടുക്കുന്നതിനുണ്ട്. പുഷ് ബട്ടൺ സ്റ്റാർട്ട് തുടങ്ങിയ എല്ലാ ഫീച്ചേഴ്സും ഉള്ള ഏറ്റവും ടോപ്പ് വേരിയന്റ് ആണ്. എത്ര നമ്മൾ ആസ്കിംഗ് പ്രൈസ്? നമുക്ക് 15 ലക്ഷം രൂപ 15 ലക്ഷം രൂപ കൊടുക്കാം. ഓണർഷിപ്പ് സിംഗിൾ ഓണർ. കിലോമീറ്റർ 1,70,000. അതൊക്കെ സർവീസ് ഉണ്ടാവില്ലേ? ഹിസ്റ്ററി ഉണ്ടാവും കേട്ടോ. അപ്പൊ അടുത്തായിട്ട് നമുക്ക് വീണ്ടും ഒരു ഇന്നോവ പരിചയപ്പെടാം, ക്രിസ്റ്റ പരിചയപ്പെടാം. മോഡൽ എത്രയാണ്? 2016 ആണ്. വി വേരിയന്റിൽ വരുന്ന വണ്ടി. 16 വി ഓപ്ഷൻ ആണ് കേട്ടോ. സെറ്റിന്റെ നേരെ താഴെ വരുന്നത്. ഇതിന് അത്യാവശ്യം ഡിമാൻഡ് ഉണ്ട്. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് വരുന്നത്. കിലോമീറ്റർ എത്ര ഓടിയുണ്ട്? 1,82,000. 1,82,000. റീപ്ലേസ് ഉണ്ടോ? ഒന്നുമില്ല. നീറ്റ് ക്വാളിറ്റി ഒന്നുമില്ല. കമ്പനി സർവീസ് ഒക്കെ ഉണ്ടാവില്ലേ? കമ്പനി സർവീസ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ അടിപൊളിയുള്ള വണ്ടി. കീല സെന്ററിന്റെ കാണാൻ സാധിക്കും. ഇന്റീരിയർ ഭാഗത്തേക്ക് വന്നാല് സീറ്റ് കവർ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ട്. എയർ ബാഗ് സിസ്റ്റം ഒക്കെ വരുന്ന വണ്ടി. ലാസ്റ്റ് എത്ര കൊടുക്കാം നമുക്ക്? ഈ വണ്ടി 14.5 ലക്ഷം രൂപ കൊടുക്കാം. 14.5 ലക്ഷം രൂപ. 2018 മോഡലാണ്. 16 മോഡലാണ്. വി ഓപ്ഷൻ ആണ് കേട്ടോ. അപ്പൊ അടുത്തതായിട്ട് നമുക്കൊരു ബ്ലാക്ക് കളർ ക്രിസ്റ്റ പരിചയപ്പെടാം. നിങ്ങൾക്ക് എവിടെ തപ്പിയാലും കിട്ടൂല. കരിമ്പുലി ഭയങ്കര ഡിമാൻഡുള്ള ഒരു കളറാണ്. മോഡലും കാര്യങ്ങളും 2018 മോഡലാണ്. 2018 മോഡല്. ഓണർഷിപ്പോ? ഫസ്റ്റ് ഓണർ. സിംഗിൾ ഓണർ. എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? 80,000 കിലോമീറ്റർ. 80,000 കിലോമീറ്റർ മാത്രം ഓടി. സിംഗിൾ ഓണർ വണ്ടി. സർവീസ് ഒക്കെ ഉണ്ടാവില്ല? റീപ്ലേസ് ഇല്ലല്ലോ? ഒന്നുമില്ല. ഇത് G4 മാനുവൽ ആണ് വരുന്നത്. ടയർ ഏകദേശം ഒരു 40% ടയറും കാര്യങ്ങളൊക്കെ. കർണാടക രജിസ്ട്രേഷൻ ആണ്. ഓക്കെ. ഇന്ത്യയുടെ ഭാഗത്തേക്ക് വന്നാൽ സീറ്റ് കവേഴ്സ് ഒക്കെ എക്സ്ട്രാ ചെയ്യുന്ന ഒരു ബ്ലാക്ക് തീമിലാണ് വരുന്നത്. എയർ ബാഗ് എല്ലാം വരുന്നുണ്ട്. എത്ര കൊടുക്കാം ലാസ്റ്റ്? 14,000 രൂപ കൊടുക്കാം. 14 ലക്ഷം കൊടുക്കാം. ഓക്കെ. എൻഒസിയിൽ നമുക്ക് കൊടുക്കാം. ഇതേപോലെ 2016 മോഡൽ 2 ബ്ലാക്ക് കൂടി നമുക്ക് വന്നുകൊടുക്കുന്നുണ്ട്. ഓക്കെ. ഓൺ ദ വേ അത് നമുക്ക് ഏകദേശം ഈ റേറ്റിൽ അല്ല, അതിന് കുറച്ച് കൊടുക്കാം. കേരള രജിസ്ട്രേഷൻ ആക്കി നമുക്ക് ഒരു 13.5 ലക്ഷം രൂപ കൊടുക്കാം. കേരള രജിസ്ട്രേഷൻ 2016 മോഡലാണ്. ഓക്കെ. ബ്ലാക്ക് ഇനി വരാൻ കിടക്കുന്ന. ഓക്കെ. അപ്പൊ ഈ ഇന്നോവ ഇവിടെ നിർത്താൻ കാരണം ഫോർച്യൂണറിന്റെ ഇന്നോവന്റെ ഒപ്പം കെട പിടിക്കുന്ന ഒരു വണ്ടിയാണ്. ലാസ്റ്റ് ഇന്നോവ നിർത്തുന്ന സമയത്തുള്ള ലാസ്റ്റ് സ്റ്റോക്ക് 2016 മോഡൽ കേരള രജിസ്ട്രേഷൻ ആക്കി വെച്ചിട്ടുണ്ട്. കേരള 84 രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 16 മോഡലില്. ഓണർഷിപ്പോ? ഫസ്റ്റ് ഓണർ സെക്കൻഡ് ഓണർഷിപ്പ് മാറി. സിംഗിൾ ഓണറിന്റെ സെക്കൻഡ് ഓണർഷിപ്പ് മാറിയിട്ടുണ്ട്. ടയർ ഏകദേശം ഒരു 80-90% റീപ്ലേസ് ഇല്ലല്ലോ വണ്ടിക്ക്? ഒന്നുമില്ല. ഫുൾ ക്വാളിറ്റി വാഹനമാണ്. ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ നീറ്റ് ആൻഡ് ക്വാളിറ്റി ഇന്റീരിയർ ആണ്. എല്ലാം ഒരു പുതുപുത്തൻ ഫീൽ ഉണ്ട്. സീറ്റ് കവറും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ട്. സൈഡിലാണ് ഒരു യെല്ലോ തീമും ഒക്കെ ചെയ്തിട്ടുണ്ട്. എത്ര കൊടുക്കാം നമുക്ക്? ഈ വണ്ടി ഇപ്പൊ കേരള രജിസ്ട്രേഷൻ ആക്കി പൊതുവെ മാർക്കറ്റിലൊക്കെ നല്ല വിലയിൽ നിൽക്കുന്ന വണ്ടി. നമുക്ക് 9,90,000 രൂപ കൊടുക്കാം. വെറും 9,90,000 രൂപ. ഓക്കെ. എവിടെയും കിട്ടൂല 9,90,000 രൂപയ്ക്ക്. 16 മോഡൽ എവിടെയും അന്വേഷിച്ചിട്ട് ഇങ്ങോട്ട് വരാം അല്ലേ? അതെ, 100%. അത് നമ്പർ ആക്കിയ ഒറിജിനൽ പ്രൈവറ്റ് ക്വാളിറ്റി ഉണ്ട്. ഗൈസ്, അപ്പൊ റേറ്റും കാര്യങ്ങളൊന്നും അന്തിമല്ല. ഷിയാബ് ഖാൻ കണ്ടൊന്ന് സോപ്പ് ഇട്ടാൽ മതി. മൂപ്പർ റേറ്റും കാര്യങ്ങളൊക്കെ കുറച്ച് തരും. അപ്പൊ കൂടുതൽ വിവരങ്ങളും വണ്ടി എടുക്കാൻ താല്പര്യമുള്ളവരൊക്കെ പെട്ടെന്ന് കോൺടാക്ട് ചെയ്ത് നമ്മൾ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അടുത്തൊരു കിടുക്കാച്ച് എപ്പിസോഡുമായിട്ട് കാണുന്നതുവരേക്കും ഗുഡ് ബൈ.